പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും സർക്കാർ ഈ നയത്തിന് മാറ്റം വരുത്തില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ചേർത്തല ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിലെ 2 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. ലോകത്തേതെങ്കിലും കമ്പനി തുടർച്ചയായി 40 വർഷം നഷ്ടമുണ്ടാക്കിയിട്ട് അതേ പ്രവർത്തനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുമോ? ഇപ്പം ചിലർ അവിടേക്ക് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതെന്താ എന്ന മട്ട് ചിന്തിക്കണം. നമ്മൾ വിളിക്കാനൊക്കെ എളുപ്പമാണ്, ഇത് കൊണ്ടുപോകുക കുറച്ച് കടുപ്പായ ദൗത്യമാണ്. പിന്നെ ലെഗസി ലയബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെ പൈതൃകമായി തുടർന്ന് വരുന്നത്. പോയവർക്ക് കൃത്യമായിട്ട് ഗ്രാറ്റുവിറ്റി അവരെ സംബന്ധിച്ച് കറക്റ്റാണ്, അവർ പണിയെടുത്ത് ഇത്ര കാലം കഴിഞ്ഞിട്ട് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. അപ്പം ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സർക്കാർ പരമാവധി ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ B2B റെയിൽവേ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് റെയിൽവേ അവരെല്ലാം വിളിച്ചിട്ട് B2B നടത്തിയിരുന്നു നമ്മുടെ ഓർഡറുകൾ ശക്തിപ്പെടുത്താൻ. ഷിപ്പ്യാർഡ് അതുമായി CMD ഉൾപ്പെടെ ചർച്ച നടത്തി. വിക്രാന്തിൽ നമുക്കൊരു ഇടം കിട്ടി, ഇപ്പോൾ പുതിയ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും ശക്തിപ്പെടുത്താൻ കഴിയുമോ? റെയിൽവേ B2B, ഷിപ്പ്യാർഡിൽ നിന്നുള്ള ഓർഡറുകൾ, MSMEയിലൂടെയുള്ള സാധ്യതകൾ, റിവോൾവിംഗ് ഫണ്ട് തുടങ്ങി വിവിധ രീതിയിൽ ഈ സ്ഥാപനത്തെ പരമാവധി ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSIDCയുടെ സ്ഥലത്ത് മാരിടൈം ക്ലസ്റ്ററിൻ്റെ ആദ്യപാദം ആരംഭിക്കുന്നത് ഫെബ്രുവരി 20 പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓട്ടോകാസ്റ്റിനെയും അതിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും. ദൈനംദിന ചെലവുകൾക്കായി പെട്രോൾ പമ്പ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനായി NOC നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അങ്ങനെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും സ്ഥാപനത്തെ നിലനിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഉദ്ഘാടന യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. AM ആരിഫ് MP മുഖ്യപ്രഭാഷണം നടത്തി. ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതെല്ലാം മറച്ചുവെച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ അതിൻ്റെ പിന്നാലെ പോകാൻ UDFനെ കിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആനുപാതികമായി വിഹിതം നൽകുന്നില്ലെങ്കിൽ അത് UDF ചൂണ്ടിക്കാട്ടും. എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്ത്, നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം, 30,000 കോടി രൂപ IGSTയിൽ നിന്ന് കിട്ടാനുണ്ട് ഡൽഹിയിൽ നിന്ന്. അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റാണ്. അത് മേടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ, റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 30,000 കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. 5 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് 30,000 കോടി രൂപ. നികുതി പിരിവില്ല, സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല, ബാറിൽ നിന്ന് നികുതി പിരിവില്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റി. നികുതി ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ദയനീയമായ പരാജയമാണ്. സർക്കാർ എന്തിനാ ബജറ്റ് ഇറങ്ങണത്? ഇവർ ബജറ്റ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. കാരണം ബജറ്റിൻ്റെ ഒരു വിശ്വാസ്യതയില്ല. 1 ലക്ഷം രൂപയ്ക്ക് മീതെ ഒരു ചെക്ക് പാസ്സാവില്ല. കഴിവുകേടും കെടുകാര്യസ്ഥതയും മറച്ചു വെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ അതിൻ്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഞങ്ങളുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്ന് കോൺഗ്രസും UDFും നേരത്തെ തന്നെ മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും സതീശൻ പറഞ്ഞു. എന്നിട്ടും സംസ്ഥാന സർക്കാർ ധൂർത്തും അഴിമതിയും തുടരുകയായിരുന്നെന്ന് സതീശൻ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ആദ്യ കണ്ണി സ്ഥാനം പിടിച്ചപ്പോൾ തിരുവനന്തപുരം രാജ്ഭവൻ കവാടത്തിലായിരുന്നു അവസാനത്തെ കണ്ണി. റെയിൽവേ യാത്രാ ദുരിതം, കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനം, സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP ആദ്യ കണ്ണിയായി. DYFIയുടെ ആദ്യ പ്രസിഡന്റ് EP ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാനത്തെ കണ്ണിയായി. വൈകുന്നേരം 4:30 ട്രയൽ ചങ്ങല തീർത്ത ശേഷം 5-നായിരുന്നു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. ആലപ്പുഴയിൽ മുൻ മന്ത്രി G സുധാകരൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ചങ്ങലയിൽ കണ്ണികളായി.
BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ശിക്ഷാവിധി തിങ്കളാഴ്ച. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് കേസിൽ വിചാരണ നേരിട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2021 ഡിസംബർ 19-ന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗത്തിൽ നടപ്പിലാക്കിയ ക്രൂരമായ കൊലപാതകം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. തിങ്കളാഴ്ചയാണ് കുറ്റവാളികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി 176 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിരത്തിയത്. അത് 156 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1000-ഓളം രേഖകള്, 100-ൽ പരം സാധനങ്ങള്, 6000-ൽ പരം പേജുകളിലുള്ള 313 ചോദ്യങ്ങള്, ഏകദേശം 15,000-ഓളം പേജുകളുള്ള സാക്ഷിമൊഴികൾ, വിപുലമായ വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ് നടത്തുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളും BJP നേതാക്കളും പറഞ്ഞു. പ്രിയപ്പെട്ട പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിധി ഈ കുറ്റക്കാരാണ്, ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. യാതൊരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി നടന്നിട്ടുള്ള കൊലപാതകമാണിത്. PFI ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചില്ല എങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഭാരതത്തിൽ ആവർത്തിക്കാൻ. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഹെൽത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി ചങ്ങനാശ്ശേരിയിൽ നടത്തി. നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ കമ്മിറ്റി വിലയിരുത്തി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷതയിലായിരുന്നു ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളും വിലയിരുത്തുന്നതിനായി ഹെൽത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നത്. നല്ല ആരോഗ്യ മേഖല, ആരോഗ്യ രംഗം തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്ന മീറ്റിംഗ് എല്ലാ മാസങ്ങളും കൊണ്ടുവന്നാണ് സർക്കാർ നിർദ്ദേശം. എല്ലാ മാസവും ഇതുപോലെ തന്നെ ഈ മീറ്റിംഗ് കൂടും. നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് കൂടിയതുകൊണ്ട് ഇനി ഉടനെ വിളിക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് വിചാരിക്കരുത്. അടുത്ത മാസം അവസാനത്തേക്കെങ്കിലും ഇതുപോലെ തന്നെ മീറ്റിംഗ് കൂടി ബഹുമാനപ്പെട്ട DMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തും. ഇവിടെ തന്നെ DMO സൂചിപ്പിക്കും. നമ്മുടെ ചങ്ങനാശ്ശേരി DMO നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടാണ് നടത്തുന്നത്. ഇവിടെ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രി കിഫ്ബി ഫണ്ട് മുഖേന 84 കോടി രൂപയുടെ ഒരു മൾട്ടി ലെവൽ ഹോസ്പിറ്റൽ 8 നിലയിലുള്ള ആശുപത്രിയുടെ അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറിച്ചി സജീവോത്തമപുരം ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സാ വിഭാഗം, പാറാൽ, ളായിക്കാട്, മാടപ്പള്ളി എന്നിവിടങ്ങളിലെ സബ് സെന്ററുകളുടെ നിർമ്മാണം, ജനറൽ ആശുപത്രി പുതിയ ബ്ലോക്കിലുള്ള റീടെൻഡർ നടപടികൾ എന്നിവ യോഗത്തിൽ വിലയിരുത്തിയെന്ന് DMO ഡോക്ടർ വിദ്യാധരൻ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ പ്രവർത്തനങ്ങളും വിശകലനം ചെയ്തു. അതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും വിശകലനം ചെയ്തു. പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി ആശുപത്രിയിലെ ഒരു കിഫ്ബിയുടെ 85 കോടിയോളം വരുന്ന ഒരു പ്രവർത്തനം അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ആണ് AS ആയത്, പക്ഷേ TS ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ അതിനൊരു ഇടപെടലുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത് ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ് ഒരു 10 ബെഡഡ് ഐസൊലേഷൻ വാർഡ് കുറച്ച് സജീവത്വപുരത്ത്. അപ്പം സജീവത്വപുരത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന IP കെട്ടിടങ്ങളും അൺഫിറ്റ് ആയതുകൊണ്ട് അന്ന് പൊളിക്കേണ്ടി വന്നു. ഈ 10 ബെഡ് കിട്ടുന്നത് നമുക്ക് ഐസൊലേഷൻ വാർഡ് പകരം കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വാർഡാക്കാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. ഐസൊലേഷൻ വാർഡിന് പകരം സാധാരണ വാർഡാക്കിയാൽ ഏതാണ്ട് 16 ബെഡ് അവിടെ ഇടാം. ഐസൊലേഷൻ വാർഡാകുമ്പോഴാണ് 10 പറ്റുന്നത്. അപ്പം അങ്ങനെ 16 ബെഡിട്ടുള്ള ആശുപത്രിയാക്കി അത് തൽക്കാലം IP കിടത്തി ചികിത്സ തുടങ്ങാൻ പറ്റുമായിരുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ജെസ്സി ജോയി സെബാസ്റ്റ്യൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം ജനറൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്താതെ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തകഴി കുന്നുമ്മയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ മുന്നിലായിരുന്നു BJPയുടെ വേറിട്ട പ്രതിഷേധ സമരം.
കുന്നുമ്മയിൽ പ്രവർത്തിച്ചിരുന്ന ആയുർവേദ ആശുപത്രി കെട്ടിടം 1975-ലാണ് നിർമ്മിച്ചത്. കാലപ്പഴക്കം മൂലം കെട്ടിടം ശോച്യാവസ്ഥയിലായതോടെയാണ് ആയുഷ് മിഷന്റെ 48 ലക്ഷം രൂപ ഉൾപ്പെടെ ഏകദേശം 55 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും ആശുപത്രി കെട്ടിടം തുറന്നു കൊടുക്കാതെ വന്നതോടെയാണ് സമീപത്തെ NSS കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. 2019-ലാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. അന്നു മുതൽ NSS കെട്ടിടത്തിൽ 2500 രൂപ വാടക നൽകിയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഡിസംബർ അവസാനത്തോടെ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്ന് കാട്ടി NSS അധികൃതർ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പഞ്ചായത്തിന് കത്ത് കൈമാറിയിരുന്നു. തുടർന്നാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്താതെ ജനുവരി 1 മുതൽ പുതിയ കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഉദ്ഘാടനത്തിന് കിട്ടാതെ വന്നതാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കാതെ പോയതെന്ന് പറയപ്പെടുന്നു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമായതിനാൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഇത് അംഗീകരിക്കാതെ വന്നതാണ് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രതീകാത്മക ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് PK വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആശുപത്രി വികസന സമിതി HMC യോഗങ്ങൾ നിരവധി തവണ കൂടി. ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിനെ സംബന്ധിച്ച് നിരവധി തവണ യോഗം കൂടി. ഈ HMC അംഗമായിരുന്ന ദിവംഗത ഏറ്റവും ഈ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട BJP പ്രവർത്തകനായിട്ടുള്ള കിസാൻ സംഘം ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രിയപ്പെട്ട ശ്രീമാൻ KG പ്രസാദ്, അദ്ദേഹം ഇവിടെ HMC മെമ്പറായിരുന്നു. BJP പ്രതികരിച്ച് ഈ HMC മെമ്പറായിരുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അധ്യക്ഷതയിൽ യോഗം കൂടിയ സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ദേശീയ ആയുഷ് മിഷനാണ് ഈ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ പരിപൂർണമായി പണം അനുവദിച്ചത്. അതുകൊണ്ട് ആര് അധ്യക്ഷത വഹിച്ചുകൊള്ളട്ടെ, ആര് മുഖ്യാതിഥിയായിക്കൊള്ളട്ടെ, ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീമത് യശോദ് നായിക്കിനെയോ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയോ വിളിച്ച് ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി ആ യോഗത്തിൽ ആവശ്യപ്പെടുകയും അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയും ചെയ്യുകയാണ്. കെട്ടിടത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയും നാടൻ മുറിച്ചും ലഡു വിതരണം ചെയ്തുമായിരുന്നു പ്രതീകാത്മക ഉദ്ഘാടനം. ചങ്ങനാശ്ശേരി EMS ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 9 പരാതികളിൽ തീർപ്പാക്കി. തൊഴിലിടങ്ങളിൽ ഇന്റേണൽ പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായുള്ള ഇന്റേണൽ പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി EMS ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ പരാതികൾ കേൾക്കാനുള്ള സജ്ജീകരണം വേണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികൾ വർദ്ധിക്കുന്നതിനാൽ കമ്മീഷൻ പോഷ് ആക്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ മക്കൾക്കുള്ള വിമുഖത കൂടി വരുന്നുണ്ട്. വയോധികരുടെ പരാതികൾ കേൾക്കുന്ന ട്രിബ്യൂണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും കമ്മീഷൻ പറഞ്ഞു. വഴിതർക്കം, കുടുംബ പ്രശ്നങ്ങൾ, വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ല തുടങ്ങിയ പരാതികൾ കമ്മീഷൻ പരിഗണിച്ചു. സിറ്റിംഗിൽ ആകെ 55 പരാതികൾ പരിഗണിച്ചു. 9 എണ്ണത്തിന് പരിഹാരം കണ്ടു. 42 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. അഡ്വക്കേറ്റ് ഷൈനി ഗോപി, അഡ്വക്കേറ്റ് CK സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് CA ജോസ് തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. അമ്പലപ്പുഴ കുടുംബവേദി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടയിൽ ജനുവരി 21 ഞായറാഴ്ച നടത്തും. 6 വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബവേദി അമ്പലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആകാൻ പോവുകയാണ്. ഈ 2 വർഷം കൊണ്ട് അമ്പലപ്പുഴയിലെ 3 പഞ്ചായത്തുകൾ, അമ്പലപ്പുഴ സൗത്ത്, അമ്പലപ്പുഴ നോർത്ത്, പുറക്കാട് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളിൽ നിരവധി സാധുക്കളെ സഹായിക്കാൻ കുടുംബവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരാലംബരും നിരാശ്രയകരമായ നിരവധി കുടുംബങ്ങൾ ഇന്ന് അമ്പലപ്പുഴയിൽ കുടുംബവേദിക്ക് താങ്ങും തണലുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത ആൾക്കാർ, കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കിഡ്നി പേഷ്യൻസ്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞു പിടിച്ച് വീട്ടിൽ പോയി അവരെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കി ഒരു 15ഓളം കിഡ്നി പേഷ്യൻസിന് നമ്മൾ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാസം 50ഓളം ഡയാലിസിസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്ന സന്ദേശം ഉയർത്തി പ്രവർത്തിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് അമ്പലപ്പുഴ കുടുംബവേദി.
6 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ കുടുംബവേദിയുടെ കർമ്മപദ്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി VT ജോസഫ്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഈ മാസം 25-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കുട്ടനാട്ടിൽ നിന്നും നിരവധി പേർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് അധികാരികൾ വാഗ്ദാനം നൽകുന്നതല്ലാതെ നടപടി ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് VT ജോസഫ് കുറ്റപ്പെടുത്തി. കുട്ടനാട്ടിലെയും കേരളത്തിലെയും കർഷകരും കർഷക തൊഴിലാളികളും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഈ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ രണ്ട് സർക്കാരുകളുടെയും കണ്ണുറപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരവധി കർഷക തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ ഈ 25-ാം തീയതി ധർണയും അതുപോലെ തന്നെ പ്രതിഷേധ റാലിയും നടത്തുകയാണ്. ഞങ്ങളുടെ പരിപാടികൾക്ക് എല്ലാവിധമായ സഹായങ്ങളും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും കർഷക തൊഴിലാളികളും സഹകരിക്കണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ യാഥാർത്ഥ്യം അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുവാനാണ് സെക്രട്ടേറിയറ്റ് മാർച്ചെന്നും അദ്ദേഹം KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ജാതി സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ട് KPMS ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി 1208 നമ്പർ മങ്കൊമ്പ് തെക്കേക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം K. കുഞ്ഞുമോൻ ജ്വാല സന്ദേശം നൽകി. നെടുമുടി യൂണിയൻ പ്രസിഡന്റ് M. ശിവകുമാർ, സെക്രട്ടറി M. സുരേഷ്, കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് M. ജയപ്രകാശ്, സെക്രട്ടറി TR അനിയൻ, ഖജാൻജി മോൻ സി തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFIയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കയാക്കിംഗ് വള്ളങ്ങളുടെ ജലഘോഷയാത്ര നടത്തി. കൈനഗിരിയിലായിരുന്നു വേറിട്ട പരിപാടി. കൈനഗിരി നോർത്ത് സൗത്ത് മേഖലാ സംഘാടക സമിതികളുടെ നേതൃത്വത്തിലായിരുന്നു ജലഘോഷയാത്ര. CPM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ചങ്ങനാശ്ശേരി മലകുന്നം പൊടിപ്പാറ തിരുക്കുടുംബ ദൈവാലയത്തിൽ ഇടവക തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വെള്ളിയാഴ്ച 5:50-ന് പ്രഭാത പ്രാർത്ഥനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 6:15-ന് ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജെയിംസ് P. കുന്നത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകുന്നേരം 4:30-ന് വിവിധ വാർഡുകളിൽ നിന്ന് ആരംഭിച്ച ജപമാല പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്നായിരുന്നു കൊടിയേറ്റ്. കൊടിയേറ്റിന് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നവവൈദികരുടെ സംഗമവും അവരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. തീയതി ഞായറാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിക്കും. 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതാവിൻ്റെ കുരിശടിയിലേക്ക് പ്രദക്ഷിണം ആരംഭിക്കും. 28-ാം തീയതി ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. അന്നേ ദിവസം രാവിലെ 9:30-നാണ് ആഘോഷമായ തിരുനാൾ കുർബാന. വൈകുന്നേരം 4:30-നുള്ള കുർബാനയ്ക്ക് ശേഷം മലകുന്നം കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. വികാരി ഫാദർ സോണി മുണ്ടനടയ്ക്കൽ ശുശ്രൂഷാ കർമ്മങ്ങൾ ക്രമീകരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.